ഗാന്ധി മൈ ഫാദർ. എഡിൻബറോന്റെ സിനിമയുടെ ഒരു ഭാഗമുണ്ട്. അതിൽ കാണിക്കുന്ന രംഗങ്ങളിൽ ഒന്ന്, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് വെള്ളക്കാരൻ ഗാന്ധിയുടെ മുഖത്ത് ചവിട്ടിയപ്പോൾ കുഴിഞ്ഞു വീണ പല്ല്, രക്തം പുരണ്ട പല്ല് കയ്യിലെടുത്ത് പതുക്കെ പതുക്കെ തന്നെ മർദ്ദിച്ച വെള്ളക്കാരന്റെ അരികിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചുകൊണ്ട് മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചോദിച്ചു, അങ്ങക്ക് നൊന്തോ, അങ്ങക്ക് വേദനിച്ചു? അതാണ് ഗാന്ധി. അക്കരെ അനിലക്കരെ പോയല്ലോ. അല്ല, ഞാനത് പറയാൻ കാരണം അതിനൊക്കെ ഒരുപാട് പാരമ്പര്യമുണ്ട്, ഒരുപാട് പിന്തുടർച്ച വേണം, ഒരുപാട് ഹൃദയ വിശാലത വേണം, വിശാലമായ മനസ്കത വേണം, ആർജവത്വം വേണം. അതൊക്കെ ഉള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. ഗാന്ധിയുടെ പേര് ഞാനും അഥവാ ഉച്ചരിച്ചു പോയപ്പോൾ കുറച്ച് ശബ്ദം ഉയർന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിപ്പോ അതിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സാർ, നമ്മൾ കുറച്ച് പരിപാടികളിൽ ഒന്ന് ഈ ലൈഫാണ്, ലൈവ്ലിഹുഡ്, ഇൻക്ലൂസീവ്നെസ്, ഫീമെയിൽ ഓർ ഫിനാൻഷ്യൽ എംപവർമെന്റ്, അതാണല്ലോ അത് ലൈഫ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇവിടെ ജീവിതം, വീടുകൾ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലയയക്കാൻ മണ്ണിലിടമില്ല. മുകേഷ് കേട്ടിട്ടുണ്ടാവില്ല. മുകേഷ് അന്ന് ചെറിയ കുട്ടീന്. പക്ഷെ മുകേഷിന്റെ അച്ഛന്റെ നാടകം, KPSCയുടെ നാടകത്തിൽ KS ജോർജും സുലോചനയും കൂടി പാടുന്ന പാട്ടാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നാണ് 60കളിൽ. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംശയവും വേണ്ട കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ അനിഷേധ്യ നേതാവായ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഈ ലൈഫ് എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അപ്പോ ലൈഫ്, ഞാൻ മറ്റു ഘടകങ്ങളിലേക്ക് പോകുന്നില്ല. എവിടേക്ക് പോകുന്നു? നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മറ്റു എല്ലാ പേരോടും ഞാൻ ചോദിക്കും, ജോർജ് എവിടേക്ക് പോകുന്നു? ഉറങ്ങാൻ പോകുന്നു. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. അക്കരെ എവിടേക്ക് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. 100 പേരോട് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി അന്തി ഉറങ്ങാൻ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 90 പേരും ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് ഉത്തരം പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്, ഒരൊറ്റ നാഷൻ, ഒരൊറ്റ സംസ്ഥാനം ഈ ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് കേരളം. ആർക്കാ സംശയം? നമ്മൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും കൂട്ടുപിടിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ മുടന്ത ന്യായം പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. ഞാൻ ചുരുക്കി വരുന്നത്, അപ്പോ ലൈഫുണ്ട്, വീടുകളുണ്ട്. ഏകദേശം 3 ലക്ഷത്തിന് താഴെയായിട്ടുള്ള വീടുകളൊക്കെ വെച്ചു കൊടുത്തു. ഇനിയും വീടുകൾ വേണം, വീടുകൾ വെച്ചു കൊടുക്കണം. അപ്പൊ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് ഹരിതാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥ സ്പർശമുള്ള നോവല് പേരുകളിൽ മകനായിട്ട് വരുമ്പോ മകൻ ചോദിക്കുന്നതാണ്, ചെറിയ കുട്ടിയാ, എന്നെ അപ്പ അരശിച്ചെടിയാ? നെല്ല് കണ്ടിട്ട് ചോദിക്കുക, എന്നെ അപ്പ അരശിച്ചെടിയാ? മലയാറ്റൂർ രാമകൃഷ്ണൻ നോവലെടുത്താൽ മതി. പേരുകൾ നോവലല്ല, ആത്മകഥാ സ്പർശമുള്ള കൃതിയാണ്. നമ്മുടെ അവിടെ ഇപ്പോ എന്നിട്ട് ഇപ്പൊ എല്ലാ പേരും റേഷൻ കടയുടെ അവിടെ ചെന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നോ, തമിഴ്നാട്ടിൽ നിന്ന് വന്നോ, അരി വന്നോ, പച്ചരി വന്നോ, പുഴുങ്ങലരി വന്നോ ചോദിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയി? അപ്പൊ അതുകൊണ്ട് ഹരിതം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ എല്ലാവരും പാടത്തിറങ്ങണം, അധ്വാനിക്കണം, അല്ലേ? എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ മാറണം എന്നുള്ളതിനുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഹരിതം. ആർദ്രം നോക്കുക. നമ്മുടെ VP ഗംഗാരൻ ക്യാൻസറിന്റെ ഏറ്റവും വലിയ ഡോക്ടറാണല്ലോ നമ്മുടെ നാട്ടില്, ഇന്ത്യയിൽ തന്നെ VP ഗംഗാരൻ, ഡോക്ടർ VP ഗംഗാരൻ. അയാളുടെ ജീവിതം എന്ന അത്ഭുതം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം രോഗികളൊക്കെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാ അദ്ദേഹത്തെ പണ്ട് പഠിപ്പിച്ച പ്രിൻസിപ്പലും, ഇദ്ദേഹം പണ്ട് കാലത്ത് പ്രിൻസിപ്പാളിന്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ ഇദ്ദേഹം ഗംഗാരൻ താലോലിച്ചിരുന്ന പ്രിൻസിപ്പാളിന്റെ കുട്ടിയും പെൺകുട്ടി അവൾ വളർന്നിരിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി വരികയാണ്. എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു പ്രിൻസിപ്പാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൾക്ക് രോഗമുണ്ട്, ക്യാൻസറാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ മകളാ. പ്രിൻസിപ്പാൾ പറയാ, ശിഷ്യനോടാ പറയുന്നു. അപ്പൊ അതുകൊണ്ടൊന്ന് ചികിത്സിക്കാൻ പറഞ്ഞപ്പോൾ വേഗം ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം മരുന്ന് എഴുതാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോയപ്പോൾ പ്രിൻസിപ്പാൾ VP ഗംഗാരന്റെ കയ്യുമ പിടിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗംഗാരൻ, മരുന്ന് എഴുതണമെങ്കിൽ വലിയ വിലയുള്ള മരുന്ന് എഴുതണ്ട, എനിക്ക് ആ ചെറിയ പെൻഷനുള്ളൂ.
അപ്പൊ ഈ പരിപാടി ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ആർദ്രം ഹൃദയദ്രവീകരണ ക്ഷമമാവണ് അല്ലേ? ആൾക്കാർക്ക് മരുന്ന് മേടിക്കണ്ടേ? അപ്പൊ ശൈല ടീച്ചറുടെ പരിപാടി ആർദ്രം ഞാനത് വ്യക്തിപരമായിട്ട് ശ്ലാഘിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പദ്ധതി അല്ല, ചോദിച്ചോ ആ രൂപത്തിൽ വളരെ താഴ്ന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മർമ്മരഹിതമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതല്ല അസംബ്ലി. ആരും അങ്ങനെയൊന്നും ഇത് വേണ്ട. ചെറിയ ചെറിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥകൾ. കാരണം ഞാൻ വരുന്ന മലബാറിൽ നിന്ന്, നിങ്ങൾ എനിക്ക് തോന്നുന്നു മലബാർ തന്നെ, പക്ഷെ വടക്കൻ മലബാറായിരിക്കും. ഇവിടെ കൊച്ചിക്കാരുണ്ട്, അതുപോലെ തിരുവിതാംകൂറുകാരുണ്ട്. ഇത് മൂന്നും എന്നായത്? നമ്മളൊക്കെ മലയാളികൾ എന്ന് പറയുന്നത് എന്നാ? നമ്മൾ കേരളീയർ എന്ന് പറയുന്നത് എന്തായത്? അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പോകാം. ഇപ്പോ ആ വിഷയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റപ്റ്റീവ് ഐഡിയാസ് ആണ്. ഐഡിയാസ് ഒക്കെ ഡിസ്റപ്റ്റീവ് ആണ്. എന്താ പറയാ ഡിസ്റപ്റ്റീവ് എന്നുള്ളത്? ഒരു ജാതി ആശയങ്ങൾ അല്ലേ? നമ്മൾക്ക് പറയുമ്പോ അങ്ങനെ ജൈവനൊക്കെ എഴുതി പോലെ തലതെറിച്ച ആശയങ്ങളാണ്. തലതെറിച്ച ആശയങ്ങള്. മര്യാദയ്ക്ക് ഒരു കാര്യം അസംബ്ലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് തകിടം മറിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ അത് തലതെറിച്ച ആശയമാണ്. അല്ല, അദ്ദേഹമേ അതെ വഴങ്ങിയതായിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചതായിട്ടും നിങ്ങൾക്ക് അഥവാ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിയുടെ റോളിൽ നിന്നുകൊണ്ട് സദയം ക്ഷമിക്കണമെന്ന് വിനയപൂർവ്വമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആ പരിപാടി നടക്കട്ടെ. അപ്പൊ നമ്മുടെ പരിപാടി ലൈഫ് ഞാൻ അത് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആർദ്രം കഴിഞ്ഞു. ഇനി ഏതാ ഉള്ളത് നമുക്ക്? ആർദ്രം കരുതൊക്കെ കഴിഞ്ഞില്ലേ? പൊതുവിദ്യാഭ്യാസം ഉണ്ടല്ലോ. പഴയ കാലത്ത് വെഞ്ഞാറ് മുഴുവൻ നമ്മുടെ അയ്യങ്കാളി പഞ്ചമീനും കൊണ്ട് പോയത് ഓർമ്മയുണ്ടാവില്ലേ? അയ്യങ്കാളി പഞ്ചമീനും കൊണ്ട് ചേർക്കാൻ പോകണല്ലോ. ഈ രാജ്യത്തെ സവർണന്മാര് മറ്റേ സൃഷ്ടിച്ചു വെച്ച വിദ്യാലയത്തിലേക്ക് കടക്കാൻ പോലും പറ്റില്ലല്ലോ. അതേ അയ്യങ്കാളിയാണല്ലോ പഴയ കാലത്ത് കാളവണ്ടിയിൽ തെളിച്ചു പോയത്. തലയിൽ കെട്ടുണ്ടായിരുന്നല്ലോ. നീ ഏതിൽ കൂടെ പോണ്? ഈ റോട്ടിൽ കൂടെ. ഇത് നിനക്കൊന്നും സഞ്ചരിക്കാൻ പറ്റിയ റോഡല്ല, നിരോധിക്കപ്പെട്ട റോഡെന്ന് അറിഞ്ഞുകൂടെ? അറിയാം. പിന്നെന്തുകൊണ്ട്? പക്ഷെ ഞാനിതിലേ പോവും. വെഞ്ഞാറമൂട്ടിലെ ഈ റോട്ടിൽ കൂടെ ഞാൻ പോവും. നീ എന്താ തല കെട്ടിയിരിക്കുന്നത്? തലയിൽ കെട്ടും എന്ന് പറഞ്ഞ് തന്റെ വിശാലമായ മാറിടം കാണിച്ചുകൊണ്ട് അത്യാവശ്യം ശാരീരികമായ തല്ലിന് കൂടി തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യങ്കാളി വെഞ്ഞാറമൂട്ടിലെ നഗരവീഥികളിലൂടെ പഴയ കാലത്ത് പോയത് കണ്ടാണ് സാർ ഇവിടെ ജാതിമത സങ്കുചിത ചിന്തകളില്ലാണ്ട് നമ്മളെല്ലാ പേരും കൂടി ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. അത് അയ്യങ്കാളി. ഇപ്പൊ അയ്യങ്കാളിക്ക് പോലല്ലോ പ്രധാന ജോലി. അപ്പോ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്ര മാഷ് ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതിന് നമ്മള് എന്താപ്പോ ലൈഫ് മറ്റേ അക്കരെ തല്ലി തകർത്ത് നശിപ്പിച്ച പരിപാടിയല്ല. അത് വേണ്ട, അത് വേണ്ടത് അക്കരെ. ഞാൻ പറയല്ല, തമാശയിലല്ല ഇതൊന്നും. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് പറഞ്ഞാണ്. പഴയ കാലത്ത് ഏതെങ്കിലും പഠിക്കൽ നിന്നിട്ട് ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് മോളം കീട് പൊക്കോ എന്ന് പറഞ്ഞിരുന്ന ചാത്തന് പോകാൻ പറ്റില്ല. ചാത്തനോടെ കാണാനും പാടില്ല. 7 മണിക്ക് ചാത്തൻ കാത്തിരിക്കുക. അയാള് കയ്യിലിരിക്കുന്ന ടവൽ കൊടുത്തിട്ട് ഇങ്ങനെ വീശുക, തോർത്ത് കൊടുത്തിട്ട്. എന്തേ? മോള് വന്നില്ല. ആരുടെ മോള്? ജന്മീര മോള് വരാത്തതിന് വിയർത്ത ചാത്താൻ. നമ്മുടെ ആദ്യകാലത്തെ മറ്റേ നോവലൊക്കെ ഒന്ന് വായിച്ചാൽ മതി. മറ്റേ കോളിൻസ് മദാമയുടെ ഖാതുകുവധമൊക്കെ ഒന്ന് വായിച്ചാൽ മതി. തർജ്ജമയാണെങ്കിൽ പോലും കോളിൻസ് മദാമയുടെ ഖാതുകുവധം ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. കോളിൻസ് മദാമയുടെ ഖാതുകവധം. അത് ഘാതകവധം എന്ന് പറഞ്ഞാലും മതി. ഘാതകവധം മലയാളം തർജ്ജമയുണ്ട്, വായിച്ചു നോക്കുക. ഘാതകവധം ഇംഗ്ലീഷിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും സമയം കിട്ടില്ല സാർ. കിട്ടുന്ന സമയം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ. പക്ഷെ നമ്മളൊരു അസംബ്ലിയിലാണ് ഇരിക്കുന്നത്, സൂചിപ്പിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കൂടിയൊക്കെ തന്നെ ജനത്തെ ബോധവൽക്കരിക്കാനുള്ള അക്ഷീണമായ പരിശ്രമത്തിൽ വ്യാപൃതയായിരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഒരു മറ്റേ എത്തണം. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയും ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ കേട്ടോ. മുസ്ലിംകാർക്ക് വിഷമീകരിക്കണ്ട, എല്ലാവരും ജോലി അതാ കേട്ട. പണം കാണുമ്പോൾ അതിനോട് അങ്ങോട്ട് ചെല്ലുക, ആകർഷിക്കപ്പെടുക. ഇതാണ് മഹത്വം, ഇതാണ് വലുത്, ഇതിനനുസരിച്ചാണ് മനുഷ്യന്റെ വില എന്ന് നിശ്ചയിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി
വീണ്ടും ഗാന്ധിയിലേക്ക് വരുന്നു. ഇതെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ട് ഇതൊന്നുമല്ല പ്രശ്നം. അതിവിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് മാറാൻ കഴിയുന്നിടത്താണ് രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ വിജയം എന്നുള്ളത് മനസ്സിൽ വേണം. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയാലും ശരി, CPI ആയാലും CPIM ആയാലും അല്ലേ. എന്താ ചിരി വരുന്നില്ല? അല്ല, ഞാൻ പറയുന്നത് ആ രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് വരണം. അന്യന്റെ പോക്കറ്റിന് കൈയിട്ടുകൊണ്ട് കാശും മേടിച്ച് പൊതുജനസേവനം നടത്താം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ രൂപത്തിൽ ആരോട് പറഞ്ഞു കൊടുക്കണമെന്ന് 38,000 കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചവൻ അരുണം മാഷ്. അത് നിങ്ങൾ പറയണ്ട. അതിലിപ്പോഴും 4 MP അസംബ്ലിയിൽ. പിന്നെ പ്രസന്നം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഞാൻ വന്നപ്പോഴേക്കും പ്രസന്നം പോയി. അല്ല, ഞാൻ സൂചിപ്പിച്ചു. അല്ല, അതൊന്നും ഇവിടെ എന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല. നമ്മളൊക്കെ തന്നെ ഒന്ന് കുളിച്ച് ഒന്ന് സംശുദ്ധിയോട് കൂടിയിട്ട് മുന്നിൽ വരേണ്ട ഒരു അവസ്ഥ. ഇവിടെ ഇതാണെങ്കിൽ ഒരു പുണ്യക്ഷേത്രമല്ല. അതുകൊണ്ടാണ് എന്നൊന്നും വരാം, വീണ്ടും വരാം, വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും, വീണ്ടും വേണമെങ്കിൽ വരാം, അന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതിനപ്പുറം പറയാനുള്ളതൊക്കെ തന്നെ അതാത് സന്ദർഭത്തിൽ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഈ തലതെറിച്ച ആശയങ്ങൾ കുറച്ചൊക്കെ മസ്തിഷ്കത്തിൽ പേറാൻ കഴിവുള്ളവര് മാത്രം കടന്നു വരേണ്ട ഒരു വേദിയാണിത്. നാടോടുമ്പോ അതിന്റെ നടുവിൽ കൂടെ ഓടാൻ നമ്മളാരും പരിശ്രമിക്കണ്ട. ഇങ്ങോട്ട് പുഴ ഒഴുകുമ്പോൾ അതിനോടൊപ്പം ഒഴുകാനും നമ്മളാരും പരിശ്രമിക്കണ്ട. നാടോടുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിങ്ങൾ എങ്ങോട്ടോ പോകുന്നതെന്ന് ചോദിക്കാൻ. പുഴ ഒഴുകുമ്പോൾ പുഴയോട് അല്ലെ, പുഴ ഒഴുകി ഓപ്പോട്ടിപ്പോ പറയുന്നില്ല, പുഴ ഒഴുകുമ്പോഴൊന്നും. പുഴ ഒഴുകുമ്പോൾ നേരെ എതിർത്തൊഴുകാൻ കേൾപ്പുള്ളവന് ആ രൂപത്തിൽ കേൾപ്പുള്ള അല്ലെ കിട്ടാവുന്ന മർദ്ദനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പോലും മാക്സിമം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തടവറയുടെ ഇരുട്ടിൽ കിടന്ന ഒരുപാട് നാൾ കിടന്ന ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്, ഒരു കോമ്രേഡാണ്, ഒരു സഖാവാണ് സഖാവ് പിണറായി വിജയൻ. അത് വായിച്ചു നോക്കിയാൽ മതി. ഇതേ അസംബ്ലി ഹാളിലാണ് പിണറായി കക്കയം ക്യാമ്പിൽ നിന്ന് പിണറായി വിട്ടപ്പോൾ അവശനായി തല്ലുകൊണ്ട് അടികൊണ്ട് എല്ലാം കൊടിഞ്ഞു വന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞു കയറിയിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് നമുക്കൊന്നും വലിയ വിവരമില്ല. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം എഴുതുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ഡോക്ടർ R പ്രസന്നൻ നിയമസഭാ സെക്രട്ടറി എഴുതി നിയമസഭയിൽ നിശബ്ദനായി. അയാൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. തുടങ്ങിയത് തലതെറിച്ച ആശയങ്ങളിലേക്ക് കൂടിയെന്ന്. ഒട്ടും തലതെറിച്ച ആശയമില്ലാത്ത ഒരവസ്ഥയിൽ എല്ലാവർക്കും ഈ പറഞ്ഞ വീണ്ടും ഒരിക്കൽ കൂടി ശർമ്മ അവതരിപ്പിച്ച